ഇന്നത്തെ ചോദ്യം, നിന്റെ വസ്ത്രം പുതിയതാണോ പഴയതാണോ? എന്താണ് ചോദ്യം? നിന്റെ വസ്ത്രം പുതിയതാണോ പഴയതാണോ? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പുതിയ വസ്ത്രം ധരിക്കാത്ത ആളെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ചാണ്. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട, വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരപ്പെട്ട ഒരാൾക്ക് ആ പുതിയ വസ്ത്രമുണ്ടായിരുന്നില്ല. അപ്പോൾ മണവാളൻ പറയുകയാണ് അവനെ പുറത്തേക്ക് എറിഞ്ഞു കളയാൻ. ഹല്ലേലൂയ. അച്ഛൻ ഇന്നലെ അതിനെക്കുറിച്ച് വളരെ വിശദമായി വ്യാഖ്യാനിച്ചിരുന്നു. ഇന്നലത്തെ ശുഭരാത്രി വചന ശുശ്രൂഷ കേട്ടവരൊന്ന് കരമുയർത്താവോ? ഓക്കെ. അപ്പോൾ ആ വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കുന്നത് നല്ലതായിരിക്കും. ഒരു 10-15 മിനിറ്റോളം നേരമുള്ള ഒരു വ്യാഖ്യാനം അതിനെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് നമുക്ക് പുതിയ വസ്ത്രം ഉണ്ടാകണം എന്നതാണ്. ഏതാണ് ഈ പുതിയ വസ്ത്രം? പുതിയ വസ്ത്രം എന്ന് പറയുന്നത് കൃപയുടെ വസ്ത്രമാണ്. അത് പ്രകാശത്തിന്റെ വസ്ത്രമാണെന്നാണ് സഭാപിതാവായ വിശുദ്ധ എഫ്രേം പഠിപ്പിക്കുന്നത്. പ്രകാശത്തിന്റെ വസ്ത്രം നമുക്ക് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത്? പാപം ചെയ്തപ്പോൾ ആദത്തിന് പ്രകാശത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. ആദത്തിനും ഹവ്വയ്ക്കും വസ്ത്രമുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എഫ്രേം പിതാവ് പറയുന്നത് അവർക്കുണ്ടായിരുന്ന വസ്ത്രം, അവര് ദൈവതേജസ്സിന്റെ പ്രകാശത്തിന്റെ വസ്ത്രം ധരിച്ചിരുന്നവരാണെന്നാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ധരിക്കാൻ പോകുന്ന വസ്ത്രം ഏതാണ്? സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരു വസ്ത്രമുണ്ടാകും. ആ വസ്ത്രം ദൈവതേജസ്സിന്റെ പ്രകാശത്തിന്റെ ആ വസ്ത്രമായിരിക്കും. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ആ വസ്ത്രം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ ധരിക്കുവിൻ. അത് ബാഹ്യമായിട്ടുള്ള ഒരു വസ്ത്രമല്ല, ആന്തരികമായ വസ്ത്രമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ബാഹ്യമായ വസ്ത്രത്തെക്കുറിച്ചാണ്. എന്നാൽ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ, പുതിയ വസ്ത്രമുണ്ടാവുക എന്ന് പറഞ്ഞാൽ, എസെക്കിയേലിന്റെ പ്രവചനത്തിലൂടെ ദൈവം ഇന്ന് അരുളി ചെയ്യുന്നത് പോലെ കഠിന ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം ഉണ്ടായിരിക്കുക എന്നതാണ് പുതിയ വസ്ത്രം. കൈയടിച്ച് നന്ദി പറയാം. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധരാക്കും, ആന്തരികമായ മാലിന്യങ്ങളിൽ നിന്ന്. എന്നിട്ട് നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എൻ്റെ വചനങ്ങൾ പാലിക്കുന്നതിൽ തീഷ്ണതയുള്ള ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. അപ്പോൾ അച്ഛന്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നീ ധരിച്ചിരിക്കുന്നത് പുതിയ വസ്ത്രമാണോ പഴയ വസ്ത്രം? പുതിയ വിജയനാണോ പഴയ വിജയൻ? അപ്പോൾ നീ ധരിച്ചിരിക്കുന്നത് ഏത് വസ്ത്രമാണ് എന്ന് ചോദിച്ചാൽ, നിന്റെ ഹൃദയം പഴയ ശിലാഹൃദയമാണോ പുതിയ മാംസളമായ ഹൃദയമാണോ? അതാണ് അതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയം ശിലാഹൃദയമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു 10 മാനദണ്ഡങ്ങളുണ്ട്. മാംസളമായ ഹൃദയമാണോ എന്ന് പരിശോധിക്കാനുള്ള 10 മാനദണ്ഡങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രഭാഷണങ്ങളൊക്കെ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ ഉള്ള എടുത്ത് കേൾക്കുന്നത് നല്ലതാണ്. എന്തായാലും നമുക്ക് ഇന്ന് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എനിക്ക് ആ പുതിയ ഹൃദയം, മാംസളമായ ഹൃദയം, പ്രകാശത്തിന്റെ ദൈവ തേജസ്സിന്റെ ആ പുതിയ വസ്ത്രം പരിശുദ്ധാത്മാവിൻ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവസ്ഥ തരണമേ. ആ അവസ്ഥയുണ്ടെങ്കിലേ നമ്മൾ വിവാഹ വിരുന്നിൽ മണവാളനോടുകൂടെ മണവാട്ടിയായി ലയിച്ചു ചേരുകയുള്ളൂ. കണ്ണുകളടച്ച്
മണവാളനായ ക്രിസ്തുവിനോട് ഒരു മണവാട്ടി എന്നതുപോലെ ലയിച്ചു ചേരുന്നതിന് നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സം നമ്മുടെ പാപങ്ങളാണ്, അകൃത്യങ്ങളാണ്, അപരാധങ്ങളാണ്. കൃപയുടെ വസ്ത്രം നമുക്ക് നഷ്ടപ്പെടാൻ ഇടവരുത്തിയ പാപങ്ങളെ ഓർത്തനുതപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,